ഇളയ മോളെ അകത്ത് കയറി നമ്മൾ എന്ത് നടക്കുന്നു എന്നറിയില്ല. കതവ് കുറ്റിയിട്ടിരിക്കുകയാണ്. തട്ടുന്നു, അപ്പുറത്ത് തട്ടുന്നു, ഓടി നടന്ന് കരഞ്ഞോണ്ട് അപ്പോഴേക്കും അവിടെ വെട്ടി. അപ്പൊ ആരും ചോദിക്കില്ല ചക്ക ആര് അല്ല അവളല്ല ഞാന്. അതെ സാറ് ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ മമ്മൂക്കയുടെ ഫാൻസ് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ലാൽജോ സാറിനെ കൊല്ലുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ട് ഒരു ഫോൺ കോൾ ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഏത് സിനിമയാണ് അമ്മ അഭിനയിച്ചതിൽ ഇത് റിലീസായ നല്ലതായിരിക്കും തോന്നുന്നു? ലോഹി സാറ് വഴക്ക് പറഞ്ഞിട്ടാണ് ചാടി വന്നിട്ട് ചീത്ത വിളിച്ചത്. മുരളിച്ചേട്ടന്റെ കാലൊക്കെ കെട്ടിപ്പിടിച്ച് കാല് മുറിച്ച സമയത്ത് അതുകൊണ്ട് കരയുന്നു. അപ്പം ദിലീപേട്ടനും കാവ്യമാധവനായിട്ടൊക്കെ ഉള്ള ബന്ധം എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞ എനിക്ക് മക്കളെ പോലെ തന്നെ. വാതിലകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കും. അപ്പം ശരിക്കും അങ്ങനെ പിന്നീട് വന്ന സിനിമ തന്നെ പിള്ളേച്ചന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ കസ്തൂരിമാൻ. അതും നല്ലൊരു വേഷമായിരുന്നു. അതെ മീര ജാസ്മിന്റെ അമ്മയായിട്ടായിരുന്നു. മരുമകനായിട്ട് ഷമ്മി തിലകൻ, സോന ഒരു മോള്. അതിനൊരു കഷ്ടപ്പാടിന്റെ വീട്. അവിടെയാണ് കൊളപ്പള്ളി ലീല ചേച്ചി അമ്മായിയമ്മ. അമ്മായിയമ്മ മീൻസ് മരുമോന്റെ അമ്മയായിട്ട് ചാക്കോച്ചൻ. ആ ഒരു പടവും ഇതുപോലെ തന്നെ നമ്മള് ലോഹി സാറിന്റെ പടം. അത് ഈ കസ്തൂരിമാനിൽ ശരിക്കും പറഞ്ഞാലേ എപ്പോഴും ആ സിനിമയൊന്നും അതുപോലെ ഒന്നും ഇനിയൊരു സിനിമ വരില്ല. കാരണം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണെങ്കിലും ഒരു മൂത്ത മകളുടെ ഭർത്താവ് ഇളയ മകളെയും കൂടി ഇഷ്ടപ്പെടുന്നു പറയുമ്പോ അമ്മയുടെ സീനൊക്കെ ഉണ്ടല്ലോ. നമ്മള് എന്താ പറയാ കഥകിൽ ഇളയ മോളെ അകത്ത് കയറി നമ്മൾ എന്ത് നടക്കുന്നു എന്നറിയില്ല. കഥവ് കുറ്റിയിട്ടിരിക്കുകയാണ്. തട്ടുന്നു, അപ്പുറത്ത് തട്ടുന്നു, ഓടി നടന്ന് കരഞ്ഞോണ്ട് അപ്പോഴേക്കും അവിടെ വെട്ടി ഇതാക്കി കഴിഞ്ഞല്ലോ. ഞങ്ങക്ക് ഉള്ളിലേക്ക് കയറാനും പറ്റില്ല. ആ ഒരു കരച്ചിലും ബഹളവും ഒക്കെ അതൊക്കെ അത് ശരിക്കും അത് ചെയ്യുന്ന സമയത്ത് നമ്മള് ഗ്ലിസറിനൊന്നും ഇട്ടിട്ടില്ല. അല്ലാതെ തന്നെ നമ്മൾ കരയെഴുതും. ശരിക്കും നമുക്ക് തന്നെ ഇങ്ങനെ തോന്നി എന്തോ ഒരു ബഹളം നടക്കും. ആ ഒരു മൈൻഡായിരുന്നു എല്ലാവർക്കും. ലോഹി സാർ അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മളെ കൊണ്ട് നിർത്തി. എങ്ങനെയായിരുന്നു ആ സീനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്? ഗ്ലിസറിൻ ഇല്ലാതെ ആദ്യമൊന്നും കരയില്ലായിരുന്നു. ആ കസ്തൂരിമാലിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഗ്ലിസറിൻ അധികം ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം ആദ്യ സമയം ഇട്ടതല്ലാതെ പിന്നെ സാറ് സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഗ്ലിസറിനൊക്കെ നമ്മൾ വിട്ടു. പിന്നെ നമ്മൾ ആ പറയുമ്പോൾ അത് കേട്ട് നമ്മളും മിണ്ടാതിരിക്കുക. ആ ഒരു ഇതിലേക്ക് സാറ് കൊണ്ട് ലാസ്റ്റത്തേലൊന്നും നമ്മൾ ഗ്ലിസറിനേ ഇല്ല. അല്ലാതെ തന്നെ കരഞ്ഞിരിക്കുന്നത്. ലോഹി സാറ് വഴക്ക് പറഞ്ഞിട്ടാണ് മോളിന്ന് ചാടി വന്നിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്. ഗ്ലിസറിന് ഇട്ടല്ലേ കരയുള്ളൂ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ അല്ല പിന്നെ നിങ്ങൾക്ക് രണ്ട് മക്കളാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറഞ്ഞപ്പോ ഞാൻ എന്റെ കണ്ണീന്ന് ഇങ്ങനെ കിടുകിടുന്ന് അന്നൊക്കെ കാണാനായിട്ട് ഇഷ്ടമായ ആൾക്കാരുണ്ടാവേ. അപ്പൊ ഇവരൊക്കെ കാണൂല, നാണക്കേടല്ലേ എന്നുള്ളതല്ലോ നമ്മുടെ മനസ്സില്. എല്ലാരും നോക്കിക്കുമ്പോ നമ്മളെ ചീത്ത പറയുന്നു എന്നുള്ള രീതിയിൽ കരച്ചില് പിന്നെയും കൂടുമല്ലോ. ചീത്ത പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അത് സിനിമക്ക് ഗുണമായി. പക്ഷെ അതൊരു എന്താ പറയാ, ലോഹി സാർ അത്രയും ആ സിറ്റുവേഷൻ പറഞ്ഞത് രണ്ടും മക്കളാണ് ലൈഫിലും രണ്ടും. അതെ, നമ്മൾ മനസ്സിലാക്കണമല്ലോ. രണ്ട് മക്കളുണ്ട്. അതിൽ മരുമോൻ ഇങ്ങനത്തെ ഒരാണെങ്കിൽ വീട്ടിൽ എന്ത് പ്രശ്നങ്ങളായിരിക്കും, എന്ത് ബുദ്ധിമുട്ടുകളായിരിക്കും. അതൊക്കെ ആലോചിക്കാൻ നമ്മൾ എന്താ ചോർണം കഴിയുമ്പോഴേക്കും അപ്പുറത്ത് പോയി ചിരിച്ച് വർത്താനം പറഞ്ഞു വരുമ്പോഴേക്കും മറന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കലായി. സാർ പറയുന്നത് നമ്മളിങ്ങനെ ഓരോ കേട്ടിരിക്കും. ഈ ലെജൻഡ് ആയിട്ടുള്ള ആളുടെ കൂടെയൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ലോഹി സാറിനെ ശരിക്കും ലോഹി സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യം. അത് ചെയ്തു, ചക്രത്തിലും ചെയ്തു. ലോഹി സാറിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് സാർ എന്തൊക്കെയാണ് ഇങ്ങനെ ഈ കാര്യം വഴക്ക് പറഞ്ഞെന്ന് വെച്ചാൽ അത് നല്ലതായിട്ട് വരാൻ ഇരുന്ന് പറഞ്ഞു തരും. നമുക്ക് ഇന്നതാന്നൊക്കെ പറഞ്ഞു തരും. എല്ലാം നമുക്ക് സംശയമുള്ളതൊക്കെ പോയി ചോദിക്കാം. ഇതെല്ലാമായിട്ട് പറഞ്ഞു തരും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളില് അത് ആവാഹിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ കരച്ചില് വരുവാണോ? അത് എങ്ങനെയാണ്? അത് നമുക്ക് വരും. ആ സമയത്ത് നമ്മൾ അതേപോലെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് തനിയെ വരും. നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും വരും. ആ ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വരും. ഈ കൊളപ്പുള്ളി ലീല ചേച്ചി ആയിട്ടുള്ള ഒരു ഇപ്പൊ ട്രോളിലായാലും ഒരുപാട് പേര് ഡബ്സ്മാഷ് ചെയ്തൊക്കെയാണ് എന്താ പറയാ ചേച്ചി ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോ കൊട്ടാരത്തിലേക്ക് എവിടെ നിന്റെ കൊട്ടാരത്തിലേക്ക്. ശരിക്കും നല്ല രസമാണത് ആ സമയത്തൊക്കെ. അതുപോലെ ഇവളല്ലാട്ടോ ഞാനാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തുണി നോക്കി കാണിക്കാൻ. അപ്പൊ ആരും ചോദിക്കില്ല ചാക്കോച്ച ആര്
അല്ല അവളല്ല ഞാന്. അപ്പൊ അമ്മ ഇങ്ങോട്ട് ഒന്ന് പഴംപൊരി വാങ്ങിയിട്ട് വന്ന് പറഞ്ഞിട്ടേ പറഞ്ഞു വിടുന്നത് നല്ല സീനാ അത്. എല്ലാരും അഭിനയിച്ച് ഈ അടുത്തും കൂടി ഞാൻ റീലില് കണ്ടു. എല്ലാരും ഉണ്ടല്ലോ, എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ട് നോക്കി നിൽക്കും എല്ലാരും ഇങ്ങനെ. അതിലൊരു കോമഡി എന്നൊക്കെ പറയാൻ അതേ ഉള്ളൂ. കോമഡി എന്നല്ല, പക്ഷെ എന്തൊക്കെയോ ഉണ്ട് അതിൽ അല്ലേ. ആ സിനിമ ഭയങ്കര നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഭയങ്കര വിങ്ങലാണ് ഉള്ളില് അവസാനം പോകുന്നതും. ലോഹിത് സാറിന്റെ സിനിമകളൊക്കെ അഭിനയിച്ചപ്പം പുറത്തു നിന്നുള്ള ആൾക്കാരല്ല കുടുംബക്കാരൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇല്ല, ഞാനിപ്പോൾ ചെയ്ത ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇതൊക്കെ എനിക്ക് തന്നല്ലോ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് പടങ്ങൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇനി നമുക്ക് അങ്ങനത്തെ ഒക്കെ പടങ്ങൾ കിട്ടുമോ, ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ള ഇതാണ്. കാരണം അത്ര നല്ല പടങ്ങൾ. ആ സിനിമയോട് കൂടി നമ്മൾ ഗ്ലിസറിൻ ഒഴിവാക്കി അല്ലേ? ഗ്ലിസറിൻ എനിക്ക് അതോടുകൂടി ലോഹിത് സാർ വഴക്ക് പറഞ്ഞത് കൊണ്ട് അത് ഒഴിവാക്കി. അല്ല അങ്ങനെയല്ല, ഗ്ലിസറിൻ ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. മുരളിച്ചേട്ടന്റെ കാലൊക്കെ കെട്ടിപ്പിടിച്ച് കാല് മുറിച്ച സമയത്ത് അതുകൊണ്ട് കരയുന്നുണ്ട്. അതൊക്കെ ശരിക്കും ഉൾക്കൊണ്ട് അത് നമ്മുടെ ജോഷി സാറിന്റെ ഒരു ഗുണം ഒരു ഇതെന്നാന്നറിയോ, സാറിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാർ ഗുഡ് എന്ന് പറയും, പിന്നെ വെരി ഗുഡ് എന്നൊക്കെ പറയും. നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ സാർ ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ആത്മസംതൃപ്തിയായിട്ട് പിന്നെ നമുക്ക് ഇത്തിരി ഉള്ളിലൊരു ചെറിയ അങ്ങനെ. ജോഷി സാറിൻ്റെയും കുറേ വർക്കുകൾ എനിക്ക് ചെയ്യാൻ പറ്റി, സെവൻസ് കുറെ പടങ്ങൾ ചെയ്യാൻ പറ്റി. മുരളിച്ചേട്ടന്റെ കൂടെയൊക്കെയുള്ള ആ ഒരു എക്സ്പീരിയൻസും മുരളിച്ചേട്ടൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് ചെയ്തത് അന്നൊരിക്കൽ എന്ന് പറഞ്ഞ പടമാണ്, ഗുണ്ടൽപേട്ട് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുരളിച്ചേട്ടനെ കണ്ടിട്ടില്ല. മുരളിച്ചേട്ടനൊക്കെ എങ്ങനെയായിരുന്നു? മുരളിച്ചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആകെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നാടകത്തിനെ കുറിച്ച്, ബുക്ക് കുറേ വായിക്കുമല്ലോ, മുരളിച്ചേട്ടൻ കുറേ അറിയാലോ. അപ്പം ഞാനും കുറച്ച് ബുക്കുകളൊക്കെ ആ സമയത്ത് വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആ ബുക്കുകളെ കുറിച്ചുള്ള ഖസാക്കിൻ്റെ ഇതിഹാസം, മറ്റ് അങ്ങനത്തെ ഓരോ കാലം, അതങ്ങനത്തെ ഓരോ ബുക്കുകളെ കുറിച്ച് പറയും. പിന്നെ ചേട്ടൻ ഈ ചെറിയ കഥകളി പദങ്ങൾ അതിങ്ങനെ പാടും. അപ്പൊ അതൊക്കെ അങ്ങനെ കേട്ടിരിക്കാനൊക്കെ രസമായിരുന്നു. ആ ഒരു സീനൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? കാല് മുറിച്ച് കളഞ്ഞിട്ടുള്ള സീനൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നല്ല ഭയങ്കര ഒരു ഇതായിട്ടുള്ള ദിലീപും ഒക്കെ. ദിലീപേട്ടൻ എങ്ങനെയായിരുന്നു? ഭയങ്കര കുസൃതിയായിരുന്നു എപ്പോഴും. അതെ, എപ്പോഴും അങ്ങനെ. ഞങ്ങള് ശൃംഗാരവേലനൊക്കെ ചെയ്യുന്ന സമയത്ത് വെറും തമാശകൾ തന്നെയല്ലേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞു കൂടി വന്ന്. ദിലീപിന്റെ കൂടെ സെറ്റിൽ എപ്പോഴും അതെ. ദിലീപേട്ടൻ ഓരോ ഡയറക്ടർ ഭയങ്കര ചീത്ത പറയുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിപ്പോഴും ഓരോന്നോരോന്ന് പറയും. അപ്പൊ നമ്മള് ചെയ്യുമ്പോഴും അതെ, ഞങ്ങൾ എന്തോ ഒരു കോമഡികളൊക്കെ എല്ലാം പറയായിരുന്നു. അല്ല ജോഷി സാറ് എനിക്ക് പേടിയായിരുന്നു സാറിന്. അപ്പൊ ആ സമയത്ത് അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഗുഡ് പറഞ്ഞോടുകൂടി എനിക്ക് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാടുണ്ട് തമാശകൾ. അപ്പം ദിലീപേട്ടനും കാവ്യമാധവനായിട്ടൊക്കെയുള്ള ബന്ധം എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് മക്കളെ പോലെ തന്നെയാണ്. ഞാൻ ദിലീപായിട്ട് ഇത്തിരി കൂടുതൽ വർത്താനവും തമാശയൊക്കെ പറയും, പക്ഷെ കാവ്യ മോളെ പോലെ തന്നെയാണ് ഞാൻ കണ്ടിരുന്നത്. ദിലീപിനെ അതുപോലെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ കണ്ടിരുന്നത്. ഈ അമ്മയായി അഭിനയിച്ചതിന് ശേഷം അവരോട് പ്രത്യേക ഒരു വാത്സല്യം തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും? നമുക്ക് ഇഷ്ടമല്ലേ നമ്മളെ അവരെ അമ്മയെന്ന് വിളിക്കുന്നതൊക്കെ നമുക്കൊരു ഇഷ്ടമല്ലേ. നല്ല അതല്ല. അതിനുശേഷം ഇപ്പൊ കാവ്യ ചേച്ചിയുടെ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ പോയി? അയ്യോ, ഞാൻ പോയിരുന്നു, കണ്ടു, കാവ്യനെ കണ്ടു. ഇപ്പം എല്ലാം ഓക്കെ ആയോ? നമ്മൾ ഇടയ്ക്ക് കാണും. ലാലേട്ടന്റെ അമ്മയായിട്ട് പരദേശിയില് 2007 ഇറങ്ങിയ സിനിമയാണ്. അതെ. അതിൽ എന്താ പറയാ, നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ അതൊക്കെ നമുക്ക് സ്വപ്നം പോലെ കിട്ടിയൊരു പടമാണത്. പി.ടി. കുഞ്ഞുമ്മ സാറിന്റെ സിനിമയായിരുന്നു. ശ്വേതയായിരുന്നു മരുമോളായിട്ട് വന്നത്. അത് എനിക്ക് തോന്നുന്നു 55 വയസ്സുള്ള അമ്മ, 80 വയസ്സുള്ള അമ്മ, അങ്ങനെ ഏജ് ഉള്ളൊരു നല്ല അമ്മയായിരുന്നു. അതൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അത് ചെയ്യാൻ. എന്നെ ഒരുപാട് പറഞ്ഞു തന്ന് അങ്ങനെ ചെയ്തൊരു പടമാണ്. ലാലേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര നമുക്ക് എന്താ പറയാ എടുത്തു പറയാൻ അവാർഡ് കിട്ടിയല്ലോ. ഒരു വലിയൊരു കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഇമോഷൻസും അത് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വരുന്ന ഇതൊക്കെ ആയിട്ട് ആ ഒരു ലുക്കും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന കഥാപാത്രം. അപ്പൊ എന്താണ് ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുവായിരുന്നു? എനിക്ക് നമുക്കൊരു എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ എനിക്കെല്ലാം പറഞ്ഞു തരുമായിരുന്നു. നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു അതും അതാ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായിരിക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ വരുന്ന പിള്ളേരാണെങ്കിൽ പോലും നമ്മൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുമായിട്ട് കൂട്ടാകുന്നുണ്ട്, നമുക്ക് നല്ല സപ്പോർട്ടായി വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നും പഠിക്കാനുമുണ്ട്. എന്താണ് ശരിക്കും ലാലേട്ടനൊക്കെ പറഞ്ഞു തന്നെ? അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മളോട് അങ്ങനെ നിൽക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക്
ചിലതൊന്നും നമുക്ക് അറിയില്ല എങ്ങോട്ട് നോക്കണം എവിടെ ഈ ലാലേട്ടന് ശരിക്കും പറഞ്ഞാലേ ക്യാമറ എവിടെ നിന്നാ ക്യാമറയിൽ ഫോക്കസ് ആവും. അത് നമ്മളിപ്പോ ബാക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ കയറ്റി നിർത്തും. അത് അങ്ങനെ പറയും ലാലേട്ടൻ. ചെയ്യും. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നീങ്ങി നിന്നാ ഇങ്ങോട്ട് നിൽക്ക് ഫേസ് കാണണ്ടേ എന്ന് നമ്മളോട് ചോദിക്കും. നമ്മൾ ആ രീതിയിൽ നിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാമറമാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ലാലേട്ടൻ അറിയാം എവിടെ നിന്നാ അത് കറക്റ്റ് ആയിട്ട് ഒപ്പിയെടുക്കാൻ പറ്റും ക്യാമറ. എത്രയോ വർഷങ്ങളായിട്ട് അതെ ഇതായി നിൽക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ കിട്ടിയിരിക്കുന്ന അവാർഡ്. അതെ, ലോകം മുഴുവൻ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോ എല്ലാം നമ്മുടെ എന്താ പറയാ കേരളത്തിന്റെ നമുക്കെല്ലാവർക്കും അഭിമാനമല്ലേ, കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അഭിമാനമായി. ശരിക്കും അങ്ങനെ ആ ലാലേട്ടന്റെ അമ്മയായിട്ടൊക്കെ പിന്നെ അഭിനയിക്കാൻ പറ്റുന്ന ഇനിയിപ്പോ അങ്ങനത്തെ ഒരു വേഷമൊക്കെ കിട്ടുമോന്ന് പോലും നമുക്കറിയില്ല. കിട്ടിയാൽ നമ്മളുടെ ഭാഗ്യം എന്നേ പറയാൻ പറ്റും. ഇനിയിപ്പം ലാലേട്ടനെയും മമ്മൂക്കയുടെ ഒക്കെ അമ്മയായിട്ട് വിളിക്കുവാണേ ചെയ്യും. അയ്യോ, വിളിച്ചത് നമ്മുടെ ഭാഗ്യം, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കിട്ടിയത് നമ്മുടെ ഭാഗ്യം. എന്നുവെച്ചാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ അമ്മവേഷങ്ങള് അച്ഛൻ അല്ലെങ്കിൽ മുത്തശ്ശിയൊക്കെ കുറവാണ് സിനിമയില്. പണ്ടത്തെ പോലെ എനിക്കൊന്നും 20 ദിവസം 15 ദിവസം അങ്ങനെയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ 2-3 ദിവസം ഷൂട്ടുകളൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കുറെ ദിവസങ്ങളായിരിക്കും, 20 ദിവസം, ഒരു മാസം തന്നെ 22 സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർഷം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഭാഗ്യം. പണ്ട് ഞാനുണ്ടല്ലോ, ഞാനാന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരു വർഷത്തിലെ ലാസ്റ്റ്, അതായത് ജനുവരി ഒക്കെ എത്താറാകുമ്പോഴേക്കും അവർ ഡിസംബർ ആകുമ്പം അവർ ഓരോ വർഷത്തെ ഈ വർഷത്തെ കൂടുതൽ പടങ്ങൾ ചെയ്ത അമ്മമാരുടെ ഫോട്ടോസ്, ഇപ്പോൾ സുമാരിയമ്മ, ലളിത ചേച്ചി, അങ്ങനെ എല്ലാവരും വരുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു ഫോട്ടോ വരും. ഞാനത് പൊന്നുപോലെ എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കും. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ. ഞാനതൊക്കെ ഒരു ആൽബം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്, അതൊക്കെ ഞാനിങ്ങനെ ഭയങ്കര ഇതായിട്ട് സൂക്ഷിച്ചു വെച്ചു. കാരണം അതൊന്നും നമുക്കിനി കിട്ടത്തില്ലല്ലോ. അപ്പൊ ആ ഒരു 5 അമ്മമാരിൽ ഒരമ്മ ഞാനാന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. കാണിച്ചു തരും ആൽബം. എന്നുവെച്ചാ അതൊരു വലിയ ഭാഗ്യം. ഇത്രയും അമ്മമാര്, അന്നേരം അമ്മമാരുടെ മത്സരം, അതിനിടയിൽ നമുക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യങ്ങളല്ലേ ഇതൊക്കെ. അതൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും ഓർമ്മയിൽ. പിന്നെ നമുക്കതൊന്നും എന്നുവെച്ചാൽ നമ്മൾ ഈ മൊബൈല് പോലെയല്ലേ, നമ്മൾ അങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ നമുക്കത് എല്ലാ കാലം മറച്ചു നോക്കുമ്പോൾ ഇരിക്കുമല്ലോ. കുറെയൊക്കെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് വെക്കും. ഇപ്പോഴാണ് ഞാൻ പിന്നെയും, പണ്ടൊക്കെ ഞാൻ ഡയറി കൊണ്ടുവന്നിട്ട് അതിൽ എഴുതി വെക്കും, ഇന്ന സിനിമ, ഇന്ന വേഷം, ഇന്ന ആളുടെ ഭാര്യ, ഇന്ന ഡയറക്ടർ, ക്യാമറമാൻ അടക്കം എഴുതി വെക്കും ഞാൻ. പിന്നെ പടം കൂടിയപ്പോ പിന്നെ നോക്കുമ്പോ എല്ലാം ഇപ്പോഴത്തെ സമയത്തെല്ലാം വിക്കിപീഡിയ അതിൽ വരുന്നുണ്ട്. നിർത്തി. അതുവരെ ഞാൻ ഇങ്ങനെ എഴുതി ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. പരദേശി പറഞ്ഞു, പരദേശിയിൽ ഇങ്ങനെ ഓർമ്മിക്കുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം ഭയങ്കര വിഷമിപ്പിക്കുന്ന അല്ല അഭിനയിച്ചതിലോ? വിഷമിപ്പിക്കുന്ന എനിക്കൊന്നും അതിവലുതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഈശ്വര സഹായിച്ചിട്ട് ഒന്നും വന്നിട്ടില്ല. എപ്പോഴും ഒരു പാവ അമ്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. അധികം നെഗറ്റീവ് അധികം ചെയ്തിട്ടില്ല. ഒരൊറ്റ പടത്തിലേ ഉള്ളൂ, വിനു ആനന്ദിന്റെ പടത്തില് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ. ആ പടത്തിന്റെ പേരെന്ത്? ഇന്ദ്രജിത്ത് ആയിരുന്നു മോനായിട്ട്. ആ മോനെ ഉപദ്രവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു പടമായിരുന്നു. അപ്പം അങ്ങനെ ഒറ്റൊരു പടത്തിലാണ് നെഗറ്റീവ് വേഷം ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് വേഷം തേടി വരാത്തതാണോ? തേടി വരാത്തതാണ്. വന്നാൽ ചെയ്യും, നമുക്ക് കിട്ടുന്ന ഏത് കഥാപാത്രവും നമ്മൾ ചെയ്യുമല്ലോ. ഇപ്പൊ സീരിയലിലായാലും, സീരിയലിന് പിന്നെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് 1-2 സീരിയൽ. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വല്ലാത്തൊരു വൃത്തികെട്ട അമ്മായിമ്മയായിട്ട്, വലിയ വൃത്തികെട്ട ഒരു അമ്മമ്മയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജീവിതത്തില് നല്ലൊരു അമ്മായി അമ്മയല്ലേ? ജീവിതത്തില് ഭയങ്കര പാവം, ഇങ്ങനെ ഭയങ്കര പാവമാണ്, ഭയങ്കര സരസമായിട്ടുള്ള സംസാരം. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഉള്ള സമയം സന്തോഷമായിട്ടും സമാധാനമായിട്ടും പോവാൻ, ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ജീവിതം നശിപ്പിച്ചിട്ട് കാര്യമില്ല. ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന ദൈവം തരുന്ന ഭാഗ്യങ്ങളാണ്. അത് നമ്മൾ സന്തോഷമായിട്ട് കൊണ്ടുപോകും. ദൈവം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തന്ന ഒരാളാണ്. കാരണം മകളാണ് പിന്നെ നടിയാവാൻ ആഗ്രഹിച്ചത്. ഞാൻ പെട്ടെന്ന് വന്നാണ് അത് ഈശ്വര സഹായിച്ചത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ. ഇപ്പം 25 വർഷത്തോളം ആകാൻ പോകുന്നു. അത് തന്നെ ഒരു വലിയ സന്തോഷം. ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം 1-2 പടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അത് തന്നെ ഒരു ഭാഗ്യമാണ്. സീരിയലായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിതം സന്തോഷം. അതെ, സിനിമ കുറഞ്ഞ സമയത്താണോ പിന്നെ സീരിയലിലേക്ക്? അല്ലല്ല, ഞാൻ ആദ്യം സ്നേഹിതൻ സിനിമ ചെയ്യുമ്പോഴും എനിക്കൊരു സീരിയലുണ്ട്, ദുർഗ എന്ന് പറഞ്ഞ സീരിയല്, വാത്സല്യം സീരിയലുകളോ. അപ്പോഴും ഞാൻ സീരിയലും ഇതും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അന്നേരം സീരിയലിൽ എല്ലാവരും സീരിയലിൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സിദ്ദിഖിക്ക, ഒരുപാട് പേര് സീരിയലിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് സീരിയൽ ചെയ്യുന്നവർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ സീരിയൽ ചെയ്യുമ്പോൾ അധികം സിനിമ ലഭിക്കുന്നില്ല. ഡേറ്റിന്റെ പ്രോബ്ലംസും കുറെ ഉണ്ട് കേട്ടോ. സീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മള്
ഇപ്പം 20 ദിവസം തന്നെ 20 ദിവസം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിനിടയിൽ വന്നു പോലും നടക്കുന്നില്ല. പലർക്കും അത് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. സീരിയലും ഇഷ്ടമാണ്, സീരിയലും ഇഷ്ടം. നമുക്ക് സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ നമ്മൾ വരുമ്പോൾ, പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു വലിയ സ്ക്രീനിൽ വരുന്നു. പട്ടാളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പട്ടാളത്തിൽ നമ്മള് നല്ല ജ്യോതിയും ടെസയായിരുന്നല്ലോ എൻ്റെ, ഞങ്ങള് 3 പേരുമായിരുന്നു, ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങള്. എനിക്ക് തോന്നുന്നു അതില് ആ ഒരു വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി ആ പാട്ടെടുത്തത് മറയൂരാണ്. അത് എനിക്ക് ഒരു 10 ദിവസം കണ്ടുണ്ടായിരുന്നു ഞങ്ങൾ മറയൂര് ഫുള്ള്. രാത്രിയായ ഭയങ്കര തണുപ്പും ഇങ്ങനെ കെട്ടിയിട്ട ഷീറ്റൊക്കെ ഇങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും കാറ്റത്ത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ആ സമയത്ത് നണത്ത് വിറച്ചിട്ട് എല്ലാവരും ഉമ്മക്കടക്കം എല്ലാവരും ഉണ്ട്. നമ്മൾ സാധാരണ പാൻറ്റും ഷർട്ടും അതുപോലെ ഞാൻ സെറ്റും മുണ്ടും ഒക്കെ കൊടുത്തിട്ടല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഭയങ്കര തണുപ്പാ. ഷോട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം കൂടെ മൂടി പറിച്ച ഒരു തുണി കൊണ്ട് പറിച്ചിങ്ങനെ എല്ലാവരും കൂടി, ഞാനും ജ്യോതിയും രസയും കൂടെ ഇങ്ങനെ കൂടിയിരിക്കും. പിന്നെ അവിടെ ചൂട് കടലയൊക്കെ വറുത്തത് കിട്ടും, ചൂട് കാപ്പി കൊണ്ടുതരും. ഇതൊക്കെ കുടിച്ചിട്ട് രാത്രി ഫുള്ള് പകല് മൊത്തം കിടന്നുറങ്ങും. 3 മണിയാകുമ്പോൾ എണീക്കും. എനിക്കായിരുന്നു അതില് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ വീടിന്റെ മുകളിൽ കയറുന്നു, പാമ്പിനെ പിടിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഒരു ഇതില് ഞാൻ ലാൽ ജോസ് സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ ഫാൻസ് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ലാൽ ജോസ് സാറിനെ കൊല്ലുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ട് ഒരു ഫോൺ കോൾ ഒക്കെ ചെയ്തായിരുന്നു. പടം പട്ടാളം കുറച്ച് വിജയിച്ചില്ല, പക്ഷെ അന്നേരമാണ് എനിക്ക് പോലും അറിയുന്നത് പട്ടാളം വിജയിച്ചില്ല എന്നുള്ളത്. കാരണം അത്രയും നല്ലൊരു മൂവി ആയിരുന്നു. അതെ, നമ്മള് പിന്നെ ടി വിയിൽ കാണുമ്പോഴാ പല ഇതും ഇത്ര നല്ല പടമാണോ, അതെ ഇത്ര നല്ല പടമായിരുന്നല്ലോ, എന്തുകൊണ്ട് വിജയിച്ചില്ല? കാരണം അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അന്ന് അത്രയും നല്ല പടങ്ങളായിരുന്നു അല്ലേ എല്ലാം നല്ല. പിന്നെ നമ്മൾ കാണുമ്പോ നമുക്ക് തോന്നും അയ്യോ ഇത്ര രസമുണ്ടോ ഇത്. അതെ, പട്ടാളം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നസെന്റ് ചേട്ടനും മറ്റേ ഇതിനുള്ളിൽ നിർത്തൂലേ കഥകളിയുടെ വേഷമൊക്കെ ഓർമ്മയില്ല. ഇന്നസെന്റിന്റെ ഭാര്യയായിട്ടായിരുന്നല്ലോ. പിന്നെ എന്താ പറയാ, നമ്മള് വിദേശികളെ ഇത് കഥകളി എന്ന് പറയുമ്പോൾ ഓട്ടംതുള്ള കഥകളിയൊക്കെ തന്നെ ഭയങ്കര രസമായിട്ട്. അത് ആ പടങ്ങളൊക്കെ ഞങ്ങൾ തമാശ പോലെ ചെയ്ത പടങ്ങൾ, രസമായിട്ട് എല്ലാവരും കൂടെ കൂടി. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത പടങ്ങൾ വിജയിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോഴേ, സാമ്പത്തികമായിട്ട് വിജയിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നും, നമുക്ക് സങ്കടം തോന്നും. കാരണം നമ്മള് അത്ര സന്തോഷമായിട്ട് പോയി, നമുക്കൊരു പ്രതീക്ഷ ആയിരിക്കുമല്ലോ ഇത് വിജയിക്കുമ്പോൾ നമ്മളും അതിൽ ഉൾപ്പെടുകയാണല്ലോ. അപ്പൊ നമുക്കൊരു സന്തോഷമല്ലേ. ഇപ്പൊ ഒരുപാട് സിനിമകൾ റീ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ രാവണപ്രഭു ഒക്കെ അത്രയും ഹിറ്റായി ഭയങ്കരമായിട്ട് കളക്ഷൻ നേടുവാണ്. കാന്താരയൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ പുതിയ ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ്. ടി വിയിൽ കാണും പോലെ അല്ലല്ലോ, വലിയ സ്ക്രീനിൽ കാണുമ്പോ അത് ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പൊ രാവണപ്രഭു കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പോയി കാണും. അപ്പൊ ഏത് സിനിമയാണ് അമ്മ അഭിനയിച്ചതിൽ ഇത് റിലീസായാൽ നല്ലതായിരിക്കും തോന്നുന്നത്? എനിക്ക് മീശമാധവൻ ചെയ്താൽ കൊള്ളാം. മീശമാധവനൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പോഴും ജനങ്ങൾ പോയി കാണും എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് അവര് ഇഷ്ടപ്പെട്ട പടങ്ങളാണ് ഇതൊക്കെ. പിന്നെ റൺവേ, അയ്യോ റൺവേ കുറെ പടങ്ങളുണ്ട്. അങ്ങനെ ഒരു റീ റിലീസ് അഭിനയിച്ച പടം റീ റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി കാണാൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരു അഭിമാനം, ഇതൊക്കെ നമ്മൾ ചെയ്തല്ലോ എന്ന്. കാരണം നമ്മളൊക്കെ ഇപ്പോ ആ സമയത്ത് 96, 97 റിലീസ് ചെയ്ത പടങ്ങൾ നമ്മളൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ കാണുമ്പം കുഞ്ഞു പിള്ളേരല്ലേ പോയി കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം, ഒരു ഇതല്ലേ. അപ്പൊ അഭിനയിച്ചവരെ തന്നെ ആവുമ്പോ കുറച്ചുകൂടി രസമാണ് നമ്മളുടെ പടങ്ങള് വീണ്ടും വരികയെന്ന് പറയും. പിന്നെ ഓർത്ത് നിൽക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന നല്ല കഥാപാത്രം ഉള്ളിൽ തോന്നുന്ന സിനിമകള്? അത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യ സമയം ചെയ്ത എല്ലാ പടങ്ങളും നല്ല രസമായിട്ട് തന്നെ ഞാൻ ചെയ്ത പടങ്ങളാണ്. കാരണം കുറെ പടങ്ങളുണ്ട്, പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കൊച്ചി രാജാവ്, ഒരുപാട് പടങ്ങളുണ്ട് ഞാൻ ചെയ്തതിൽ അന്ന് ആ സമയങ്ങളിൽ ചെയ്ത പടങ്ങൾ. അതുപോലെ ഷാജി കൈലാസ് സാറിൻ്റെ പടത്തിലാണ് ഞാൻ വ്യത്യസ്തമായ വേഷം ചെയ്തത്. അതിൽ മറ്റേ ഒരു മന്ത്രിയുടെ PA ആയിട്ടും അതുപോലെ തന്നെ മറ്റേ വനിതാ കമ്മീഷണർ അങ്ങനത്തെ വേഷങ്ങളൊക്കെ വേറെ വേഷങ്ങളൊക്കെ ചെയ്തു. MA നിഷാദിൻ്റെ പടം, അതൊക്കെ വേറെ വേറെ വേഷങ്ങൾ. പിന്നെ അതുപോലെ സ്കൂൾ ടീച്ചർ, ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്സസ്, വക്കീലൊക്കെ ആവാൻ പറ്റി. ഇതൊക്കെ ഒന്നും നമുക്ക് ജീവിതത്തിലാവാൻ പറ്റിയില്ലെങ്കിലും സിനിമയിലൂടെ ടീച്ചറൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കുറെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെയ്തു പോകാൻ. അതൊക്കെ ഒരു ഭാഗ്യാണല്ലോ. അപ്പൊ എന്നും മനസ്സിൽ ഓർത്ത് വെക്കുന്ന ഇഷ്ടപ്പെട്ട കഥാപാത്രം കസ്തൂരി മാലിന്യാണോ? അങ്ങനെയല്ല, എനിക്ക് കുറെ ഉണ്ട്. അത് കുറെ കഥാപാത്രങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട. എന്നാലും ഒരു 2-3 പറയാൻ പറ്റും? അല്ല, അങ്ങനെ നമുക്ക് 2-3 ആയിട്ട് പറയാൻ പറ്റത്തില്ല. നമുക്കെല്ലാം നമ്മൾ ചെയ്തു പോരുമ്പോൾ നമുക്കതെല്ലാം നമ്മളുടെ പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും. ഇനിയിപ്പോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓരോരോ ലളിത ചേച്ചി ചെയ്ത പോലത്തെ കഥാപാത്രങ്ങൾ, വെങ്കലത്തിലെ കഥാപാത്രങ്ങൾ പോലത്തെ. വെങ്കലൊക്കെ അസാധ്യമാണ്. അതുപോലത്തെ ഒക്കെ ഒരു കഥാപാത്രം, അതുപോലെ സുമാരിയമ്മ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങൾ,
ഒക്കെ ഇത്തിരി ഇതൊക്കെ നമുക്ക് ആഗ്രഹങ്ങളാണ്, നമ്മുടെ മോഹങ്ങളാണ്. ഉർവശി ചേച്ചിയുടെ അമ്മയായിട്ട് ചെയ്തിരുന്നോ? ഉർവശിയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, അമ്മയായിട്ട് ചെയ്തിട്ടില്ല. ഇല്ല, മഞ്ജുവിന്റെ ചെയ്തു, മഞ്ജു വാര്യരൊക്കെ ചെയ്തു. മഞ്ജു വാര്യരുടെ ചെയ്തിട്ടുണ്ട്. അപ്പം മഞ്ജു ചേച്ചിയൊക്കെ എങ്ങനെ ഭയങ്കര ഉർവശിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ അഭിനയിച്ചു. എല്ലാവരുടെ കൂടെ അഭിനയിക്കാതെ ഒരു കുറവാണ്. കൂടെ അഭിനയിച്ചു എന്നുവെച്ചാൽ നമ്മൾ ഒരു സമയം കഴിഞ്ഞ പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയല്ലോ. അങ്ങനെ പറയാറായിട്ടില്ല, എന്നാൽ പോലും നമുക്ക് എല്ലാവരും അതുകൊണ്ട് കാര്യം എന്നാലും നമ്മൾ എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ഡൗൺ ടു എർത്ത് അല്ലേ? നമ്മൾ എത്ര ചെയ്തെങ്കിലും ഭയങ്കര എല്ലാരിലും താഴെ നിന്നിട്ട് അതാണ് കാരണം. നമ്മൾ നോക്കുമ്പോൾ ഓരോരുത്തരും നമ്മളെക്കാട്ടിലും മുകളിലാണ് കഴിവുള്ള ആൾക്കാരാണ് എല്ലാവരും. ഇപ്പോൾ വരുന്ന കുട്ടികളുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ നോക്കുമ്പോൾ അവർ എത്രയോ മുകളിലാണ്, എത്ര രസമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മളെ അവരെയൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു സമയം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ലാലേട്ടനോട് ഒരാൾ ചോദ്യം ചോദിച്ചു, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആവാൻ പറ്റുന്നത്? അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ആരെയും നോക്കിയില്ലെങ്കിൽ താഴോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണില്ല. ഇല്ല, ആ ഒരു വലിയ വാക്ക് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, സത്യം തന്നെയാണ്. ജീവിതത്തിലൊരു വലിയ ഇത് തന്നെയാണ്. കാരണം ഉള്ള സമയം സന്തോഷമായിട്ടും സമാധാനമായിട്ടും മനസ്സിന് ടെൻഷൻ കൊടുക്കാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുക. ഈ സിനിമ അല്ലാതെ എന്താണ് എന്റർടൈൻമെന്റ്? കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്ന പറയുന്നത്. കൊച്ചുകുട്ടികളെ എനിക്കൊരു കൊച്ചുകുട്ടിയുണ്ട് ഇവിടെ. അവനിവിടെ നിശബ്ദമായിട്ടിരിക്കുന്നുണ്ട്. അവൻ വരും, ഇപ്പം അവനായിട്ടുള്ള കളികളാണ് എനിക്ക്. എൻ്റെ ഇതില് ഞാൻ കുട്ടികളായിട്ടാണ് കൂടുതൽ. എന്നെ മോളുടെ കുട്ടിയുണ്ട് സൂര്യ, അവനായിട്ട് കളിക്കും. മോളെക്കാട്ടിലും കൂടുതൽ ഞാൻ അവനായിട്ട് കളിക്കുക. ഇപ്പം ലൊക്കേഷനിൽ പോയാൽ കുറെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ടാവും, അവരായിട്ട് ഞാൻ വെച്ച് കളിക്കും. ഇതൊക്കെ അപ്പൊ അവരുടെ അമ്മമാര് തന്നെ ചോദിക്കും എന്തോന്ന് കാണിക്കുന്നത്. ഞാൻ ഇവരായിട്ട് ഇവിടെയാണെങ്കിൽ ഒരു കുഞ്ഞനുണ്ട് എനിക്ക്, അപ്പൊ അവൻ എപ്പോഴും ഓടി ഓടി വരും, അപ്പൊ അവനായിട്ട് കളിക്കും. വിളിച്ചോ വാ